ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള. ഉത്തര കേരളത്തിൽ അദ്ദേഹം കൃഷിക്കാരെ സംഘടിപ്പിച്ച് ജന്മിത്വത്തിനെതിരായി, മാടമ്പിത്വത്തിനെതിരായി അധ്വാനിക്കുന്ന കൃഷിക്കാരൻ്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി, ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂമി കൈവശ കൃഷിക്കാരുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടി കൃഷിക്കാരെ അണിനിരത്തി നിരവധി പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നു. അദ്ദേഹവുമായി ഞാൻ 1939 ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളികളുടെ പണിമുടക്ക് സമരത്തിന് ശേഷം, ആ പണിമുടക്ക് വിജയിച്ചതിന് ശേഷം യങ് വർക്കേഴ്സിൻ്റെ ഒരു പഠന ക്ലാസ്സിൽ വെച്ചാണ് ഞങ്ങളേറെ പരിചയപ്പെടുന്നത്. ആ പഠന ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളപ്പോൾ എന്തിനാണ് തൊഴിലാളി വർഗത്തിനൊരു രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പ്രസംഗമായിട്ടാണ് അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുക. രാഷ്ട്രീയമായി എൻ്റെ ഗുരുനാഥനെന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ ശരിയായ നിലയിൽ പിന്നീട് സഹാവ് EMS AKG എല്ലാം തന്നെ ആയിട്ട് പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ഇടപഴകുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും AKGയോടൊപ്പം, കേളപ്പജിയോടൊപ്പം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തുന്ന അവസരത്തിൽ സവർണ ഗുണ്ടാകൾ സത്യാഗ്രഹികളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ഒരു ദിവസം നോക്കിയപ്പോൾ കുളിച്ച് കാലത്തെ അമ്പലത്തിനകത്ത് കയറി മണിയടിച്ചിട്ട് തൊഴുതു. ഉടനെ തന്നെ സവർണ മേധാവികൾ വന്നിട്ട് മുറുകത്തിടി അടി തുടങ്ങി. അവ പറഞ്ഞു, യഥാർത്ഥ നായർ മണിയടിച്ചു തൊഴുമ്പോൾ എല്ലാ നക്കി നായർ ആ പ്രവർത്തകരെ മുതുകിനിടിക്കണം. ഇടിച്ചോ എന്ന്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് കോഴിക്കോട്ട് കടപ്പുറത്ത് പോരാടുമ്പോൾ ദേശീയ പതാക പിടിച്ചെടുക്കാൻ പോലീസ് തുനിയുമ്പോൾ അവരുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കൊടി വിട്ടുകൊടുക്കാതെ അദ്ദേഹം അറസ്റ്റ് വരിച്ച് കൽത്തുറുങ്കിൽ പോയ ധീരനായ നേതാവ്. മുപ്പതുകളിലെ കേരളത്തിൻ്റെ ഇരുണ്ട ഭൂമികകളിൽ പ്രകാശത്തിൻ്റെ ഒറ്റ നക്ഷത്രമായിരുന്നു കൃഷ്ണപിള്ള. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടത്തിന് തീപിടിപ്പിച്ച നേതൃത്വം. ദേശീയ സമരത്തിൽ മനുഷ്യപക്ഷത്തായിരുന്ന സഖാവിന് നാടിൻ്റെ പോർവിളികളിൽ നിന്ന് മാറി നടക്കാൻ കഴിയുമായിരുന്നില്ല. 1930 ഏപ്രിലിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാൾ കൃഷ്ണപിള്ളയായിരുന്നു. സത്യാഗ്രഹ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത വാളണ്ടിയർമാരിൽ നിന്ന് 32 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ കൃഷ്ണപിള്ളയായിരുന്നു. കാഴ്ചയിലും ആദർശനിഷ്ഠയിലും ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു സഖാവ്. അതുകൊണ്ടാകണം മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തിൽ കൃഷ്ണപിള്ള പ്രിയപ്പെട്ടവനായത്. 1930 ഏപ്രിൽ 13-നാണ് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. 8 ദിവസത്തെ പദയാത്ര കഴിഞ്ഞ് ഏപ്രിൽ 21-ന് ജാഥ പയ്യന്നൂർ കടപ്പുറത്തെത്തി. സമരം പയ്യന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിൽ തൃപ്തനായിരുന്നില്ല സഖാവ്. തൃക്കരിപ്പൂരിൽ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് നിയമത്തിന് വിരുദ്ധമായി അവർ ഉപ്പുവിൽപ്പന നടത്തി. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമരജാഥയിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ സമരഭടനായിരുന്നു കൃഷ്ണപിള്ള. തന്നെ പോണോ? എനിക്കിന്ന് മലബാറിലേക്ക് പോയേ പറ്റൂ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്.
വിദേശ വസ്ത്രങ്ങൾക്കെതിരായ സമരം ഇവിടെ ശക്തമായി തുടരണം. ചാലക്കമ്പോളത്തിലെ കൈതമുക്ക് ഗോപാലപിള്ള തൻ്റെ വിദേശ വസ്ത്രാലയം സ്വദേശിയാക്കിയിട്ടുണ്ട്. അവിടുത്തെ ബോംബെ ഏജൻസിയും വേണു അയ്യരുടെ തുണിക്കടയും കരീംഹാജിയുടെ കടയും കനത്ത പോലീസ് വലയത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ പോലീസല്ലേ എച്ചില് തിന്നികള്. രാമകൃഷ്ണപിള്ള കഴിഞ്ഞ പിക്കറ്റിങ്ങിന് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. കല്ലെറിയുന്നവനെയും തല്ലാൻ വരുന്നവനെയും തിരിച്ചു തല്ലുക, വസ്ത്രം വാങ്ങാൻ വരുന്നവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഗാന്ധിജി വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണ് തമ്പുരാക്കന്മാരുടെ കൽപ്പന. പക്ഷേ കേളപ്പജി അത് ചെവിക്കൊണ്ടിട്ടില്ല. എന്തായാലും ഗുരുവായൂർ സത്യാഗ്രഹം ശക്തമായൊരു സമരമാക്കണം. ദേശീയ സമരത്തിനിടയ്ക്ക് ഇത്തരമൊരു സമരം ദേശീയ സമരത്തിന് ശക്തി കുറയ്ക്കുമെന്നായിരുന്നു എൻ്റെ പേടി. പയ്യന്നൂരിൽ നിന്ന് മാധവൻ കത്തുകൊടുത്ത് വെച്ചിരുന്നു. ക്ഷേത്രപ്രവേശനം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല. തമ്പുരാക്കന്മാർ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? അപ്പോൾ പിന്നെ അടക്കിയിരുത്തും, അത്ര തന്നെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കെ. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തന്നെ കാണണം. അങ്ങനെ വരുമ്പോൾ മറുവശത്ത് ബ്രിട്ടീഷുകാരും അവരുടെ എച്ചിലുനക്കികളും മാത്രമല്ല സവർണജാതി കോമരങ്ങളും ഉണ്ടെന്ന് മറന്നുകൂടാ. പയ്യന്നൂർ കണ്ടോത്ത് വച്ച് AK ഗോപാലിനെയും കേരളീയനെയും സവർണർ ക്രൂരമായി മർദ്ദിച്ചവശരാക്കി. ദിവസങ്ങളോളം ക്ഷേത്രനടകിൽ കുത്തിയിരുന്നുള്ള ഈ സമരം സത്യാഗ്രഹികളുടെ ശക്തി ചോർത്തിക്കളയുമോ എന്ന് പോലും തോന്നിപ്പോകുന്നു. സമരം ശക്തമാക്കാൻ AK ഗോപാലിനും കേരളീയനും ജാഥാംഗങ്ങളും ഉടനെത്തും. മനുഷ്യരെ മനുഷ്യരിൽ നിന്നകറ്റുന്ന പൈശാചികമായ തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ അസമത്വങ്ങൾ കുടിയിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണെന്നത് കഷ്ടമായ കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള അപേക്ഷ അതിനകത്തുള്ള അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ക്ഷേത്രത്തിനകത്ത് കയറി ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട മണിയടിക്കുകയാണ്. ദൈവം സവർണരുടേത് മാത്രമല്ല, ക്ഷേത്രങ്ങളെ ഒന്നുകിൽ പരിഷ്കരിക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ക്ഷേത്രപ്രവേശനം അനുവദിക്കുക. സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്ന വെള്ളക്കാരോടുള്ള കയ്യേറ്റങ്ങളെ കേളപ്പൻ അപലപിച്ചപ്പോൾ സഖാവ് ദേശാഭിമാനികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതിരോധങ്ങളെ അനുകൂലിക്കുകയാണുണ്ടായത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിനായുള്ള പ്രചാരവേലകളിൽ സഖാവ് ഉടനീളം ഓടി നടന്നു. ആയിരത്തി 1932 സിവിൽ നിയമ ലംഘന സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൃഷ്ണപിള്ളയെ കോഴിക്കോട് സബ് ജയിലിൽ അടച്ചു. അവിടെ വെച്ചാണ് ആദ്യമായി സഖാവ് EMSനെ പരിചയപ്പെടുന്നത്. ജയിൽ മോചിതനായ കൃഷ്ണപിള്ള കാടകത്ത് നടന്ന ഐതിഹാസികമായ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 33 പൂർണ്ണ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് തൃശ്ശിനാപ്പള്ളി ജയിലിലെത്തിയ കൃഷ്ണപിള്ളയിൽ ജയിൽ ജീവിതം ശക്തമായ ഇടതുപക്ഷ ചിന്തകൾ വളർത്തി. ഇടതുപക്ഷ ചിന്താഗതിക്കാർ അക്കാലത്തുണ്ടാക്കിയ ബംഗാൾ അനുശീലൻ സമിതിയിൽ സഖാവും അംഗമായി. നാട്ടിൽ തൊഴിലാളികൾ സംഘടിച്ച് പണിമുടക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി സമരം തുടങ്ങാൻ സമയമായിരിക്കുന്നു. പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് രാജ്യത്തിന് മുന്നിലുള്ളത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരം, അടുത്തുണ്ടാകാൻ പോകുന്ന യുദ്ധം, പിന്നൊന്ന് നാട്ടുരാജ്യങ്ങളുടെ പിടിപ്പില്ലായ്മ. അല്ല സഖാവേ, പണിമുടക്കങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ബാധിക്കുമെന്ന് കേളപ്പജി പറഞ്ഞതായി പത്രത്തിൽ കണ്ടല്ലോ. വലത് കോൺഗ്രസ്സുകാരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രഭാതം പത്രം അടച്ചുപൂട്ടിയത് കർഷകരെയും തൊഴിലാളികളെയും സോഷ്യലിസത്തിന് വേണ്ടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. എല്ലായിടത്തും നമുക്കെത്തണം. പത്രമേ അവർക്ക് അടച്ചുപൂട്ടാൻ കഴിയൂ. ഓരോ മൂലയിലുമെത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കണം. അടിമപ്പണിയിൽ നിന്നുള്ള മോചനത്തിനും ജീവിക്കാൻ വേണ്ട കൂലിക്കുമായി തിരുവണ്ണൂരിലെ കോട്ടൺ മില്ലിലും ഫറോക്കിലെ ഓട്ടു കമ്പനിയിലും ആലപ്പുഴയിലെ കയർ മില്ലുകളിലും ബീഡിത്തൊഴിലാളികൾക്കിടയിലും ഉണ്ടായ സമരങ്ങളിൽ AK ഗോപാലനും ഒപ്പമുണ്ടായിരുന്നു. തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോഴും കർഷകരുടെ സ്ഥിതി പരമദയനീയമായിരുന്നു. ഓരോ പ്രദേശത്തിലുമുള്ള ജന്മിമാർ ആ പ്രദേശങ്ങളുടെ ഭരണാധികാരികളായി. കൃഷിക്കാരെ മർദ്ദിക്കുന്നതും കൊല്ലുന്നതും അവർക്ക് വിനോദം. മംഗലം കഴിഞ്ഞു. കഴിഞ്ഞു. ഓന് മുണ്ടും കുപ്പായൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഓക്കും വേണ്ട ഒരു ജോഡി. ഓളെ തണ്ടും തടിക്കൊന്ന് കാണട്ടെ, എന്നിട്ടാവാം. യഷ്മ, നാടൊക്കെ പിടിച്ചോ? എങ്ങനെ പിടിക്കാണ്ടിരിക്കും?
ചെറിയാട്ടശമാനന്റെ നാടല്ലേ? ആ, ചോമന്റെ ഭാഗ്യം. ചോമ ഓള് ഇവിടെ നിൽക്കട്ടെ, നീ പോയാ താഴെ കണ്ടം കളിച്ചിട്ട് വാ. ആരാടാ നീ? ഓനാണ് പാട്ടപ്പരി ചോദിച്ചതിന് പരാതി കൊടുത്തേ. നീ സംഘത്തിൽ പരാതി കൊടുക്കുമല്ലടാ, കൊല്ലും ഞാൻ. ആ ഇനി കൊടുക്കൂടാ പരാതി. ഓടാ. ഇനിയും കാത്തിരിക്കാൻ സമയമില്ല. ജയപ്രകാശ് നാരായണന്റെ നിലപാടൊക്കെ എന്ത് വിഡിത്തമാ. നമ്മൾ ഇനിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായി തുടരുന്നതിൽ അർത്ഥമില്ല. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് എന്താ സംഭവിച്ചത്? സഖാവ് പറഞ്ഞാ മതി, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. വിപ്ലവത്തിന് ആവേശം മാത്രം പോരാ, അറിവും വേണം. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വങ്ങൾ ജനങ്ങളെ ആകെ വഞ്ചിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ യുദ്ധത്തിനെതിരാണെന്ന് കാണിച്ച് ബ്രിട്ടീഷുകാർക്ക് കാടയക്കുക എന്ന സമരതന്ത്രമാണ് സ്വീകരിച്ചത്. ഇത് സമരവുമല്ല, തന്ത്രവുമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താനും തൊഴിലാളികൾക്കും കർഷകനും മനുഷ്യരെപ്പോലെ ജീവിക്കാനും തമ്പുരാനും അടിയാനും കുടിയാനുമില്ലാത്തൊരു കാലം വരാനും ഇനി ഒരു പരിഹാരമേ ഉള്ളൂ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവണം. ഇവരെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. ഇവരെ മാത്രമല്ല, ഈ പ്രദേശത്തെ പ്രവർത്തകരെ കണ്ടെത്തി ഓരോ മൂലയിലും പഠന ക്ലാസുകൾ നടത്തണം. ആ ചെറുവത്തൂരത്തുള്ള പ്രവർത്തകരല്ലേ എത്തിയല്ലോ. ഗോവിന്ദേട്ടനെ കാണുന്നില്ലല്ലോ. കുറച്ചുകൂടി പ്രവർത്തകരെ കൂട്ടാൻ അയാൾ വായനശാലയിലേക്ക് പോയിട്ടുണ്ട്. ഓ, സഖാവിനെ ഇതുവരെയായിട്ട് കാണുന്നില്ല. കൃഷ്ണപിള്ളയല്ലേ, അയാളെത്തും. സഖാവ് വന്നു. ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും പ്രതിനിധികൾ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൂട്ടി, റാഡിക്കൽ ടീച്ചേഴ്സ് യൂണിയന്റെ യോഗം കർഷക തൊഴിലാളിയെ അപ്പൂട്ടിയുടെ വീട്ടിലാണോ എന്ന് ആരും ചോദിച്ചിട്ടില്ലേ? അതിനുള്ള ബുദ്ധി ഓർക്കണ്ട. നാട്ടിലെ മണ്ടന്മാര് റൗഡികളും ഇല്ലേ പോലീസിൽ. ആ ശരി, എന്നാൽ നമുക്ക് സമ്മേളന നടപടികൾ ആരംഭിക്കാം. 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നതിന് തൊട്ടു മുൻപാണ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടത്. ഇത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ശക്തമായ നിലപാടുകളുള്ള കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ച കഠിന നിയമങ്ങൾക്കെതിരെ യുദ്ധവിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കൃഷ്ണപിള്ള ആഹ്വാനം ചെയ്തു.
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ കൃഷ്ണപിള്ളയിലെ കമ്മ്യൂണിസ്റ്റുകാരന് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നയങ്ങൾ വഞ്ചനാപരമാണെന്ന് തിരിച്ചറിഞ്ഞ സഖാക്കൾ പയ്യന്നൂരും പുലിയന്നൂരും കൂത്തുപറമ്പിലും നിരവധി യോഗങ്ങൾ കൂടി. ഈ യോഗങ്ങൾക്ക് ശേഷം പിണറായിയിലെ പാറപ്പുറത്ത് നടന്ന യോഗത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിക്കപ്പെട്ടു. വർഷങ്ങളുടെ സമരചരിത്രങ്ങൾക്ക് പിണറായിയിലെ പാറപ്പുറം തുടക്കമായി. കോൺഗ്രസിന്റെ വർഗസ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊരു സോഷ്യലിസ്റ്റ് സംഘടനയായി മാറുമെന്ന് കരുതുന്നത് വിഡിത്തമാണ്. ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ പോരാടാൻ എല്ലാ ബൂർഷ്വാ പാർട്ടികളുമായി ഒരൈക്യമാകാമെന്ന് റഷ്യയും പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ നോട്ടപ്പുള്ളികളായ സഖാവിനും EMSനും AKGക്കും മറ്റ് സഖാക്കൾക്കും ഒളിവിൽ പോകേണ്ടി വന്നു. ഒളിവിലിരുന്ന് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ സഖാവിന് കഴിഞ്ഞു. കാഞ്ഞങ്ങാട്ടും കല്യാശ്ശേരിയിലും ബക്കളത്തും രാത്രി ക്ലാസുകൾക്ക് കൂട്ടമായി ചെറുപ്പക്കാരെത്തി. കെ മാധവനും EK നായനാരും മുഴുവൻ സമയ പ്രവർത്തകരായി. സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും വിലക്കയറ്റത്തിനുമെതിരെ തൊഴിലാളികളും കർഷകരും സമരം നടത്തുമ്പോൾ ഒളിവിലിരുന്ന സഖാവ് പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. സഖാവേ, സഖാവേ, ആരാ? ആർപ്പിയാന്ന്. വന്നോളൂ. എന്താണ് സഖാവേ? ഒരു കൂട്ടം പോലീസുകാർ ആളുകളെ പൊതിരെ തല്ലി. KPRനും AVക്കും വിഷ്ണുഭാരതിനുമൊക്കെ ശരിക്ക് തല്ലി കിട്ടി. നമ്മുടെ ആൾക്കാരും തിരിച്ചടിച്ചിട്ടുണ്ട്. ആ ഇൻസ്പെക്ടർ കുട്ടീഷ്ണമനൻ മരിച്ചു. ബീരാൻകുട്ടി പോലീസിന് ബോധമില്ല, രക്ഷയില്ലെന്നാണ് കേട്ടത്. സഖാക്കൾ ഇപ്പം ഇവിടെ വിടണം. ഇവിടെയൊക്കെ പോലീസാണ്. പേടിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്. സഖാവിനെ ആദ്യം സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിക്കുക. വേഗം പൊയ്ക്കോ. അപ്പൊ സഖാവോ? നിങ്ങൾ പൊയ്ക്കോ. എവിടേക്കാ? എന്താ പേര്? കൃഷ്ണപിള്ള. കൃഷ്ണപിള്ള. അവനെ കിട്ടിയാ ഞങ്ങൾ പൊക്കാൻ നടക്കുക. പോടാ പോടാ പോ. സെപ്റ്റംബർ 15 നടന്ന മൊറാഴ സംഭവത്തെ തുടർന്ന് തിരുവിതാംകൂർ പോലീസിൻ്റെ പിടിയിലായ കൃഷ്ണപിള്ളയെ നാഗർകോവിലുള്ള എടലാക്കുടി ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ജയിലിൽ വെച്ച് സഖാവിന് വായിക്കാൻ അയ്യൻപിള്ള എന്ന പോലീസുകാരൻ കൊടുത്ത ഹിന്ദി പുസ്തകങ്ങളിലൊന്ന് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരനായ ജനാർദ്ദനൻ പോറ്റിയുടെ മകൾ തങ്കമ്മയുടേതായിരുന്നു. തടവറയ്ക്കുള്ളിലെ ഏകാന്തതയിലിരുന്ന് കൃഷ്ണപിള്ള തങ്കമ്മയ്ക്ക് എഴുതി, തുമാരാ നാം ക്യാ ഹേ. കൗതുകക്കാഴ്ചകൾ മാറിയിട്ടില്ലാത്തൊരു പെൺകുട്ടി മറുപടി എഴുതി, തങ്കമ്മ മേരാ നാം ഹേ. ശുചീന്ദ്രത്തെ ഒരു നാടൻ പെൺകുട്ടി കത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കേരളത്തിൻ്റെ വിപ്ലവ വഴികളെ ധാരാളം പഠിച്ചു. സഖാവിലെ മനുഷ്യനെ, പോരാളിയെ തിരിച്ചറിഞ്ഞു. ജയിൽവാസം കഴിഞ്ഞ കൃഷ്ണപിള്ളയ്ക്ക് തുടർന്നുള്ള സമരജീവിതത്തിൽ മരണം വരെ തങ്കമ്മ പ്രിയപത്നിയായി. എനിക്ക് പോയേ പറ്റൂ. അവരെന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അവരെന്നെ കാത്തു നിൽക്കും. സങ്കടപ്പെടരുത്. ഞാൻ എഴുതിയിട്ടില്ലേ, പാർട്ടി കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. സുഖകരമായൊരു ജീവിതം സ്വപ്നം കാണരുത്. ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോലും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പാർട്ടി കഴിഞ്ഞാൽ പിന്നെ നീയാണെൻ്റെ എല്ലാം. സഖാവിന് ഇനി പുറത്തിറങ്ങി നടക്കാമല്ലോ. കമ്മ്യൂണിസ്റ്റുകാരൻ തലപൊക്കില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഒളിച്ചു താമസിച്ച് എവിടെയായിരുന്നു സഖാവേ? മംഗലം കഴിഞ്ഞത് അറിഞ്ഞിന് സഖാവേ. ആയ്മയുടെ ഉണ്ടോ? ഇല്ല, ആലപ്പുഴയിലാ. ഇങ്ങ് കൊണ്ടുവരും. കാണാനൊക്കെ സുന്ദരിയാണോ? വെളുത്തിട്ടാ? കറുത്തവർക്കും കല്യാണം വേണ്ടേ?
കോൺഗ്രസ്സുകാർ ചതിച്ചിട്ടാണ് നമ്മുടെ നിരോധനമൊക്കെ മാറിയെന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? കോൺഗ്രസ്സുകാർ കവലയിലൊക്കെ എഴുതി ഒട്ടിച്ചിരുന്നു. എഴുതി ഒട്ടിക്കുകയും പറയുകയും മാത്രമല്ല, നമ്മുടെ യോഗം ചട്ടമ്പികളെ വിട്ടവർ കലക്കുന്നുമുണ്ട്. ഇന്ന് വൈകിട്ട് മുതലക്കുളത്ത് മീറ്റിങ്ങിന് സഖാവ് EM ഉണ്ടാവും. ആ എല്ലാവരും എത്തണം. ആ എത്താ. കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. 1938 ആലപ്പുഴ പണിമുടക്കിന് ശേഷം കൃഷ്ണപിള്ള നയിച്ച ഏറ്റവും വലിയ സമരമായിരുന്നു 1946 ആറോൺ മിൽ സമരം. ബോംബെ നാവിക കലാപത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പണിമുടക്കിയ ആറോൺ മില്ലിലെ തൊഴിലാളികളെ മാനേജ്മെന്റ് പുറത്താക്കി. അടുത്ത ദിവസം സഖാവ് കൃഷ്ണപിള്ള പണിമുടക്കിയ തൊഴിലാളികളുമായി മില്ലിലെത്തി അവരെ പണിക്കു കയറ്റാൻ ആവശ്യപ്പെട്ടു. മാപ്പെഴുതി കൊടുത്ത് ക്ഷമാപണം നടത്തണമെന്ന നിലപാടായിരുന്നു കമ്പനി സ്വീകരിച്ചത്. ആറോണല്ല, രാജാവ് വന്നാലും തൊഴിലാളികൾ മാപ്പ് പറയില്ലെന്ന് കൃഷ്ണപിള്ളയെ അറിയിച്ചു. ഭൂരിപക്ഷം തൊഴിലാളികളും സമരത്തിൽ ഉറച്ചുനിന്നു. സമരത്തിന് കരുത്തായി വർഗസമരങ്ങളുടെ സഖാവ് അവർക്കൊപ്പം നിന്നു. മുതലാളിത്തം തുലയട്ടെ, മുതലാളിത്തം തുലയട്ടെ, മുതലാളിത്തം തുലയട്ടെ. 1600ഓളം തൊഴിലാളികളെയാണ് കമ്പനിയിൽ നിന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചുവിട്ടിരിക്കുന്നത്. തുച്ഛമായ കൂലി കൊടുത്ത് അതിന് ഇരട്ടി പിഴയായി വാങ്ങുക. ഇട എന്നും പട്ടിയെന്നുമാണ് സാമുവൽ ആറോൺ മുതൽ മേസ്തിരിമാർ വരെ തൊഴിലാളികളെ വിളിക്കുന്നത്. തൊഴിലാളി അഭിമാനമില്ലാത്തവനല്ല. ഓട്ടുമുറിയിൽ വച്ചൊരു സാധു സ്ത്രീയെ അപമാനിച്ച രാമൻ എന്ന മേസ്ത്രിക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് മാത്രവുമല്ല, ആ സ്ത്രീയെ പുറത്താക്കുകയും ചെയ്തു. എന്നെ തല്ലിക്കൊല്ലാനുള്ള അവരുടെ ശ്രമവും വിജയിച്ചില്ല. അങ്ങനെ തോൽക്കാൻ ജനിച്ചവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തൊഴിലാളികളുടെ വീടുകളിൽ പലതും പട്ടിണിയാണെന്ന് എനിക്കറിയാം. പക്ഷേ സഹിച്ചു നിൽക്കണം. അതിനുള്ള കരുത്ത് നമുക്കുണ്ട്. പണിമുടക്കിയ തൊഴിലാളികളെ സഹായിക്കുക, തൊഴിലാളികൾ മാപ്പ് ചോദിക്കില്ല, തൊഴിലാളികൾ അടിമകളല്ല, പണിമുടക്കിയ തൊഴിലാളികളെ സഹായിക്കുക, തൊഴിലാളികൾ അടിമകളല്ല, തൊഴിലാളികൾ മാപ്പ് ചോദിക്കില്ല. മിസ്റ്റർ കൃഷ്ണപിള്ള, നിങ്ങളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നത് ഇവിടുത്തെ സമാധാനം കെടുത്തുമെന്നും മനസ്സിലാക്കിയതിനാൽ തടങ്കൽ ഓർഡിനൻസ് 3-ാം ഖണ്ഡിക 9-ാം വകുപ്പ് ഈ ഉപവകുപ്പ് പ്രകാരം നിങ്ങൾ ഉടൻ മലബാർ ജില്ല വിട്ടുപോകണമെന്ന് മദ്രാശി ഗവൺമെന്റ് അറിയിക്കുന്നു. പണിമുടക്കിയ തൊഴിലാളികളെ സഹായിക്കുക, പണിമുടക്കിയ തൊഴിലാളികളെ സഹായിക്കുക, പണിമുടക്കിയ തൊഴിലാളികളെ സഹായിക്കുക, തൊഴിലാളികൾ മാപ്പ് ചോദിക്കില്ല. പുന്നപ്രയിലും വയലാറിലും നടന്ന സമരപരിപാടികൾക്കും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരമായ നരനായാട്ടിനും 12 ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും സഖാവ് പത്രോസ് മലബാറിലെത്തി. കൃഷ്ണപിള്ളയെയും EMSനെയും കണ്ടുമടങ്ങിയ പത്രോസിന് താൻ ഉടനെ തന്നെ ആലപ്പുഴയിലെത്തുമെന്ന് കൃഷ്ണപിള്ള ഉറപ്പുകൊടുത്തു. പുന്നപ്ര വയലാർ സമരകാലത്ത് ആലപ്പുഴയിലെത്തിയ സഖാവിന് തിരുവിതാംകൂറിലെ തൊഴിലാളികളെ വർഗബോധമുള്ളവരാക്കി ഇടതുപക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അച്യുതാനന്ദൻ ഉൾപ്പെടുന്ന സഖാക്കളെയും തൊഴിലാളി പ്രവർത്തകരെയും സർ CP-യുടെ ദുർഭരണത്തിനും ഏകാധിപത്യത്തിനുമെതിരെ പോരാടാൻ സഖാവ് പഠിപ്പിച്ചു. പുന്നപ്ര വയലാറിലെ പ്രിയ സഖാക്കൾക്ക് മലബാറിൽ ഇടത്താവളങ്ങൾ ഒരുക്കിയതും കൃഷ്ണപിള്ളയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും മടങ്ങിയെത്തിയ സഖാവ് ജന്മി നാടുവാഴിത്തത്തിനെതിരെ മലബാറിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി. നിക്ക്, യജമാനന്റെ പൊനത്തിലങ്ങാനും കൊത്തിയ എല്ലാറ്റിന്റെ കാല് ഞാൻ കൊത്തും. കല്യാട്ട സമാനോട് പുനം കൊടുക്കുമ്പോ പറടാ, എച്ചിൽ നക്കി ഇവിടെ റൗഡ്സും കാണിക്കുന്നതാ. ചിറയ്ക്കൽ താലൂക്കിലും മലബാറിൻ്റെ മറ്റു ഭാഗങ്ങളിലും നടന്ന കർഷക സമരങ്ങളെ തുടർന്ന് മദ്രാശി ഗവൺമെൻറ് കരുതൽ തടങ്കൽ നടപ്പിലാക്കി. നിരവധി സഖാക്കൾ പോലീസിൻ്റെ പിടിയിലായി. 1947 ആഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് EMSനെ 7 മാസം മുമ്പ് വസൂരി പിടിച്ചു കിടക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. നാം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ തലേന്നാണ് അദ്ദേഹത്തെയും സഖാവ് ഉണ്ണിരാജയെയും MS ദേവദാസിനെയും ഒക്കെ വിട്ടയച്ചത്. സഖാവ് AK ഗോപാലൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ വേളയിലും ജയിലിലാണ്. ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി. 10,000-കണക്കിന് കർഷകരും തൊഴിലാളികളും സമരം ചെയ്തു നേടിയ ഈ സ്വാതന്ത്ര്യം ആത്യന്തികമായി മുതലാളിത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും തകർച്ച കൂടിയാണ്.
ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. സാമ്രാജ്യത്വം നശിക്കട്ടെ, സാമ്രാജ്യത്വം നശിക്കട്ടെ, മുതലാളിത്തം തകരട്ടെ, മുതലാളിത്തം തകരട്ടെ, മുതലാളിത്തം തകരട്ടെ, മുതലാളിത്തം തകരട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. 1948 കൽക്കത്ത തിസീസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചപ്പോൾ കൃഷ്ണപിള്ളയുടെയും EMSൻ്റെയും AKGയുടെയും നിർദ്ദേശപ്രകാരം ഒളിവിലിരുന്ന് പ്രവർത്തിക്കാനുള്ള ഇടങ്ങളായി മധ്യകേരളം മാറി. പാവപ്പെട്ട കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും വീടുകൾ രഹസ്യപ്രവർത്തനത്തിന് സഖാക്കൾ തിരഞ്ഞെടുത്തു. കമ്മ്യൂണിസ്റ്റുകാരെ കരുണയില്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നൊരു കാലത്ത് പോലീസുകാർക്കും അവരുടെ ഒറ്റുകാർക്കും പിടികൊടുക്കാതെ കൃഷ്ണപിള്ളയും EMSും കേരളമാകെ സഞ്ചരിച്ചു. മർദ്ദനങ്ങളുടെയും അറസ്റ്റുകളുടെയും ഫലമായ തകർന്നുപോയ പാർട്ടി ഘടകങ്ങളെ പുനഃസംഘടിപ്പിച്ചു. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും തകർന്നുപോയ ജീവിതങ്ങൾക്ക് പരിഹാരമായി. കമ്മ്യൂണിസ്റ്റുകളെ ചെന്നായ്ക്കളെപ്പോലെ വേട്ടയാടണമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ മനുഷ്യപക്ഷത്താണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. മൊയ്യാരത്ത് ശങ്കരനെ മർദ്ദിച്ചു കൊന്ന പോലീസും ഗുണ്ടകളും നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇരുമ്പഴിക്കുള്ളിലാക്കി. 1948 ആഗസ്റ്റ് മാസത്തിൽ കൃഷ്ണപിള്ള മലബാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഒളിവിടം മാറ്റി. ആലപ്പുഴയിലെ കണ്ണറകാട്ട് സഖാവിൻ്റെ വരവിനായി വിദ്യാർത്ഥിയായിരുന്ന വാസു കാത്തുനിന്നു. ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുമായാണ് സഖാവ് തിരുവിതാംകൂറിലെത്തിയത്. പാതിവഴികളിൽ ജീവിതം കൈവിട്ടുപോയ തൊഴിലാളികൾക്കൊപ്പം നിന്ന് കൃഷ്ണപിള്ള പുതിയ ലോകത്തെക്കുറിച്ച് വാസുവിനോട് പറഞ്ഞു. എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഉണ്ട്. മേനൻ ഇന്നലെ രാത്രി തന്നെ എത്തി. മറ്റുള്ളവർ നാളെ എത്തും. കമ്മിറ്റി കൂടാനുള്ള സ്ഥലമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഒരു നക്ഷത്രം നമ്മൾ കായുദിക്കും, ഒരു പാടത്തിൽ നമ്മൾ വിത്തു വിതയ്ക്കും, ഒരു കൂടാരത്തിൽ നമ്മൾ ഉറങ്ങും, അവിടെ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കണ്ണർകാട്ടെന്ന സ്ഥലത്ത് ചെല്ലക്കണ്ടത്തിൽ നാണപ്പൻ്റെ വീടായിരുന്നു ആലപ്പുഴയിലെ സഖാവിൻ്റെ ഒളിസങ്കേതം. അച്ഛൻ കുഞ്ഞുപിള്ളയും അമ്മ കല്യാണിയും അനുജൻ രാഘവനും 2 സഹോദരിമാരുമായിരുന്നു നാണപ്പൻ്റെ കുടിലിൽ ഉണ്ടായിരുന്നത്. ഓലമേഞ്ഞ് ചാണകം മെഴുകി പലകകൾ കൊണ്ട് മുറിതിരിച്ച ഒരു വീടായിരുന്നു അത്. കേരളത്തിൻ്റെ സമരചരിത്രത്തിന് പുതുവഴികൾ വെട്ടിയ കൃഷ്ണപിള്ള ചെഗുവേരയും കാസ്ട്രോയും ഭഗത് സിംഗും പുതിയ കാലത്ത് പൂമുഖമലങ്കരിക്കുന്ന ഈ വീട്ടിലേക്കാണ് 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ എത്തിച്ചേർന്നത്. വടക്കേ മുറിയിലെ ഈ കയറ്റുകട്ടിലിൽ ഇരുന്ന് അവഗണിക്കപ്പെടുന്നവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് കൃഷ്ണപിള്ള സ്വപ്നങ്ങൾ കണ്ടിരിക്കണം. എങ്കിലും പ്രിയമുള്ളവരെ, പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാതെ ബാക്കി കിടക്കുന്ന ധാരാളം ചരിത്രങ്ങളുമായി കൃഷ്ണപിള്ള നമ്മുടെ നെഞ്ചിൽ ബാക്കിയുണ്ടാവും. കാലം കറുത്ത കഴുവേറുമ്പോൾ ചോര പുരണ്ടൊരു നക്ഷത്രം വാനിലുദിച്ചു വരുന്നതു കണ്ടോ, കാതിലതിൻ്റെ അനക്കം കേട്ടോ, മുന്നോട്ട് മുന്നോട്ട് സഖാക്കളെ മുന്നോട്ട്. സ്നേഹത്തിൻ്റെ പതാക പറത്തെ പ്രാണൻ നിന്നു തുടിക്കുമ്പോൾ, പേരറിയാത്ത വയൽ പൂക്കൾക്കും ജീവിതമുണ്ടെന്നറിയിക്കാൻ മുന്നോട്ട് മുന്നോട്ട് സഖാക്കൾ